ഹായ് ഫ്രണ്ട്സ്, OB13 അപ്ഡേഷന് മുമ്പ് നമ്മുടെ ഫ്രീ ഫയർ ആണെങ്കിൽ ഒരു സർവേ നടത്തിയിരുന്നല്ലോ. അപ്പോൾ അതിൽ ചോദിച്ചൊരു കാര്യമായിരുന്നു കാലഹാരി മാപ്പ് റാങ്ക് മാച്ചിൽ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും കാലഹാരി മാപ്പ് നമ്മുടെ റാങ്ക് മാച്ചിലേക്ക് വന്നു. അതുപോലെ ഓൾഡ് ലോബി മ്യൂസിക് ഇല്ലേ ഫ്രണ്ട്സ്, അതും നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വന്നു. അപ്പോൾ ഇതുപോലെ എല്ലാ ഐറ്റംസും പടിപടിയായി ഗെയിമിലേക്ക് വരുന്നുണ്ട്. അടുത്ത ഓപ്ഷൻസ് ആണ് ഗൈസ് വാച്ച് ആൻഡ് ഏൺ ഡയമണ്ട്സ്. അപ്പോൾ ഇതും വന്നേക്കാം. അത് മാത്രമല്ല അതിന് താഴെയായിട്ട് ഡയമണ്ട് ട്രീ ഉണ്ട്. അതായത് നമ്മളെല്ലാവരും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ലോബി ട്രീ ലഭിക്കുമായിരുന്നു ഫ്രണ്ട്സ്. അതിൽ നമുക്ക് എല്ലാവർക്കും ഡയമണ്ട് കിട്ടുമായിരുന്നു. ഓൾഡ് സ്പാൻ ഐലൻഡ്, അതായത് ഇതുപോലെ ട്രെയിനൊക്കെ പണ്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്, ട്രെയിനിങ് ഗ്രൗണ്ട്, അതായത് ഗെയിം തുടങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ട്രെയിനിൻ്റെ അകത്തോട്ടൊക്കെ പ്രവേശിക്കാമായിരുന്നു, ഇതുപോലെ നമുക്ക് ചാടാമായിരുന്നു. അപ്പോൾ ഇതുപോലൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് സ്പിൻ ഫ്രീ ഫെയർഡ് വീൽ, അപ്പോൾ അതൊക്കെ വന്നേക്കാം. അത് മാത്രമല്ല നമുക്ക് പോയിസൺ സോൺ, പണ്ട് നമ്മുടെ ഗെയിമിൽ ഉണ്ടായിരുന്ന ഒരു സോൺ ആയിരുന്നു ഗെയ്സ്, പോയിസൺ സോൺ ഇല്ല ഗെയ്സ്. അതിന് താഴെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഇവിടെ ഒരു ഓൾഡ് ഫാക്ടറി റൂഫ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് പ്ലേയേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഗെയ്സ്, ഓൾഡ് ഫാക്ടറി റൂഫ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിങ്ക് ഡയമണ്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫ്രണ്ട്സ്, അപ്പോൾ പിങ്ക് ഡയമണ്ട് എല്ലാ പ്ലേയേഴ്സിനും ഇഷ്ടപ്പെട്ട ഫ്രീ ആയിട്ട് നമുക്ക് ഒരുപാട് റിവാർഡ്സ് ലഭിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു ഈവൻ്റ് അല്ല ഗെയ്സ്. അപ്പോൾ അതെന്തായാലും നല്ലൊരു കാര്യമായിരിക്കും. പിങ്ക് ഡയമണ്ട് സ്റ്റോർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾഡ് കിൽ അനിമേഷൻ മിക്ക പ്ലേയേഴ്സിനും ആവശ്യമുള്ളൊരു കാര്യമാണ് ഗെയ്സ്, ഓൾഡ് കിൽ അനിമേഷൻ. പിന്നെ ഓൾഡ് ട്രെയിനിങ് ഗ്രൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഓൾഡ് കട്ടാൻ അനിമേഷൻ, പിന്നെ അതേസ് തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഒക്കെ ഗെയിമിലേക്ക് റിട്ടേൺ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാലഹാരി മാപ്പ്, പിന്നെ ഓൾഡ് മ്യൂസിക് ലോബി ഇല്ലേ ഗെയ്സ്, അതൊക്കെ ഈ രണ്ട് കാര്യങ്ങളും വന്നിട്ടുണ്ട്. ബാക്കി ഈ ഐറ്റംസ് എല്ലാം പടിപടിയായിട്ട് ഗെയിമിലേക്ക് വരുന്നതായിരിക്കും. ഇത് മാത്രമല്ല കഴിഞ്ഞ OB13 അപ്ഡേഷൻ കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഗെയിമിൽ ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്, ഒരുപാട് പിങ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിക്കണം. അത് മാത്രമല്ല നമുക്കാണെങ്കിൽ പുതിയ OB40 അപ്ഡേഷൻ ഗെയ്സ് ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും ഫ്രണ്ട്സ് നമ്മുടെ ഗെയിമിലേക്ക് പുതിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത്? അതായത് OB40 അപ്ഡേറ്റ് ആണ് ഗെയ്സ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. എന്തൊക്കെ പുതിയ മാറ്റങ്ങളായിരിക്കും നമ്മുടെ OB40 അപ്ഡേറ്റിൽ കാണാൻ സാധിക്കുക? അത് മാത്രമല്ല പുതിയ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് വരുന്നുണ്ട്. പുതിയ ട്രെയിനിങ് ഗ്രൗണ്ട് എങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക? അത് മാത്രമല്ല ഫ്രണ്ട്സ്, ഗെയിമിലേക്കാണെങ്കിൽ പുതിയ ഒരു മാപ്പും വരുന്നുണ്ട്. ബെർമുഡ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മാക്സ് ആയിട്ടുള്ള ബെർമുഡ ഒരു മാപ്പ് വരുന്നുണ്ട് എന്നാണ് ലഭിച്ച വിവരം. OB40 അപ്ഡേറ്റിൽ നമുക്ക് എല്ലാവർക്കും പുതിയ മാപ്പ് കാണാൻ സാധിച്ചേക്കാം. അതും ബെർമുഡ മാക്സ് ആയിരിക്കും ഗൈസ്, വേറെ ലെവലായിരിക്കും. ഈ കഴിഞ്ഞ OB39 അപ്ഡേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഗോൾഡ് ലഭിച്ചിരുന്നു, നമുക്ക് റിവാർഡ്സ് ലഭിച്ചിരുന്നു. അപ്പോൾ ഇതുപോലെ OB40 അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒക്കെ നമുക്ക് ഗോൾഡിലൂടെ നമുക്ക് റിവാർഡ്സ് ലഭിച്ചേക്കാം. അത് മാത്രമല്ല കഴിഞ്ഞ അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗെയിമിലേക്കാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും റാങ്ക് മാച്ചിലേക്ക് കാലഹാരി മാപ്പ് വന്നിരുന്നു. അപ്പോൾ നമുക്കിനി OB40 അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഗ്ലൈഡർ വരുമോ ഗൈസ്? നമ്മുടെ ബെർമുഡ മാപ്പിൽ നമ്മൾ റാങ്ക് മാച്ച് കളിക്കാൻ നേരത്ത് ഗ്ലൈഡർ റാങ്ക് മാച്ചിലേക്ക് വരാനൊക്കെ സാധ്യതയുണ്ട് ഫ്രണ്ട്സ്. കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു സർവേയിലാണെങ്കിൽ കുറെ പ്ലേയേഴ്സ് ടിക്ക് കൊടുത്ത് നമുക്ക് എല്ലാവർക്കും ഗ്ലൈഡർ വേണമെന്നായിരുന്നു. OB40 അപ്ഡേറ്റ് എന്നായിരിക്കും വരുന്നത്? കൺഫേം ഡേറ്റ് എന്താണെന്ന് അറിയാമോ? അപ്പോൾ നമുക്ക് അത് നോക്കാം. നമ്മുടെ ഗോൾഡ് ഡ്രോ അവസാനിക്കായിട്ട് നമുക്കൊരു 39 ദിവസം ബാക്കിയുണ്ട് ഫ്രണ്ട്സ്. അതായത് നമുക്ക് എല്ലാവർക്കും തന്നെ മെയ് 31 പുതിയ OB40 അപ്ഡേഷൻ കാണാൻ സാധിക്കുക. അപ്പോൾ OB40 അപ്ഡേറ്റ് നമുക്ക് എല്ലാവർക്കും തന്നെ മെയ് 31 ആകുമ്പോഴേക്കും കാണാൻ സാധിക്കും. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു ഏപ്രിൽ 25 ആകുമ്പോഴേക്കും നമ്മുടെ ഗോൾഡ് ഡ്രോ ചേഞ്ച് ആവുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും 800 ഗോൾഡ് ചെയ്യേണ്ടി വരും നമുക്കൊരു സ്പിൻ ചെയ്യാനായിട്ട്. ഗോൾഡ് റോയിലുള്ള ഫ്രീ സ്പിന്നൊക്കെ ഇല്ലേ ഗൈസ്, അത് ഇവർ അവസാനിപ്പിക്കും. അത് മാത്രമല്ല OB40 അപ്ഡേറ്റ് മുമ്പ് നമ്മുടെ കിങ് ഫിഷിന്റെ വെപ്പൺ റോയിൽ ഇല്ലേ ഗൈസ്, ഇതും അവസാനിക്കുകയാണ്. അങ്ങനെ മെയ് 31 2021 ആകുമ്പോഴേക്കും നമ്മുടെ ഡയമണ്ട് റോയിൽ പിന്നെ നമ്മുടെ ഇൻക്യുബേറ്റർ ഒക്കെ ഇല്ലേ ഗൈസ്, അതൊക്കെ സ്റ്റോപ്പ് ആവും. അതായത് വ്യക്തമായി പറഞ്ഞാൽ OB40 അപ്ഡേറ്റ് കഴിയുമ്പോഴായിരിക്കും ഫ്രണ്ട്സ് നമ്മുടെ ഫ്രീ ഫയറുള്ള ഡയമണ്ട് റോയിലും പിന്നെ ഇൻക്യുബേറ്റർ ഒക്കെ അവസാനിക്കുന്നത്, സ്റ്റോപ്പ് ആവുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജൂൺ 1 മുമ്പ് തന്നെ നമ്മുടെ കയ്യിലുള്ള ഡയമണ്ട് റോൾ വോച്ചർ പിന്നെ ഇൻക്യുബേറ്റർ വോച്ചർ ഒക്കെ ഇല്ലേ ഗൈസ്, അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മെയ് 31 മുമ്പ് നിങ്ങൾ എല്ലാവരും വൗച്ചേഴ്സ് ഉപയോഗിക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ആർക്കും തന്നെ വൗച്ചേഴ്സ് ഒന്നും ലഭിക്കില്ല. ദെൻ ഗൈസ് OB40 അപ്ഡേറ്റിൽ നമുക്ക് എല്ലാവർക്കും തന്നെ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ലഭിച്ച വിവരം നമ്മുടെ ഫ്രീ ഫയറിൽ OB40 അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ പുതിയൊരു ട്രെയിനിങ് ഗ്രൗണ്ട് വരുമെന്നാണ് ഫ്രണ്ട്സ് അറിഞ്ഞ വിവരം. ആ ട്രെയിനിങ് ഗ്രൗണ്ടിനെ കുറിച്ചുള്ള ടോപ്പിൽ നിന്നുള്ള ഒരു ക്യാമറ വ്യൂ ഉണ്ട് ഗൈസ്, അത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ്. ഫ്രീ ഫയറിന്റെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ പോസ്റ്റ് ഒന്നും ലഭിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച്. ബട്ട് ഗൈസ് ചില ലീക്കേഴ്സ് എല്ലാം പറയുന്നത് ഇങ്ങനെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് കാണാൻ സാധിച്ചേക്കുമെന്നാണ് OB40 അപ്ഡേറ്റ് കഴിയാൻ നേരത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, ഒരു മെയ് 31 കഴിയാൻ നേരത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ട്രെയിൻ ഗ്രൗണ്ട് വരുമോ ഇല്ലയോ എന്ന് നോക്കാം. അതുപോലെ തന്നെ പുതിയൊരു മാപ്പും വരുമെന്ന് കേൾക്കുന്നുണ്ട് ഫ്രണ്ട്സ്. ഇതുപോലെയുള്ള വേറെ ലെവൽ ഗ്രാഫിക്സ് ഉള്ള ഒരു മാപ്പായിരിക്കാം, അത് ബെർമുഡ മാക്സ് ആയിരിക്കും ആ ഒരു മാപ്പിന്റെ പേര്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇപ്പോഴേ തന്നെ മാക്സിമം എല്ലാവരും തന്നെ ഗോൾഡ് കോയിൻ സേവ് ചെയ്ത് വെക്കുക. നമ്മുടെ ഗോൾഡ് റോയിലാണെങ്കിൽ ഒരു ഏപ്രിൽ 26 കഴിയുമ്പോഴേക്കും നമുക്കൊരു 800 ഗോൾഡ് കോയിൻ വേണ്ടി വരും കൈസ് ഒരു തവണ സ്പിൻ ചെയ്യാനായിട്ട്. ഈ ഒരു അപ്ഡേറ്റ് കഴിയുമ്പോഴേക്കും ഗോൾഡ് കൊടുത്തിട്ട് നല്ല ബണ്ടിൽസ് എടുക്കാൻ സാധിക്കുന്ന ഒരുപാട് നല്ല മാസ് ഈവന്റുകൾ വരാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മുടെ അക്കൗണ്ടിലുള്ള ഗോൾഡിന്റെ മൂല്യമില്ല ഗൈസ്, അതിന്റെ മൂല്യങ്ങളൊക്കെ ഒരുപാട് വർദ്ധിപ്പിക്കാൻ പോവുകയാണ് ഗെരിന ഫ്രീ ഫയർ. ഗോൾഡ് കൊണ്ടുള്ള നിരവധി സ്പെഷ്യൽ ഈവന്റുകളൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് ഫ്രണ്ട്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതുപോലുള്ള ഗോൾഡ് ഡ്രോ ഈവന്റ് കാണാൻ സാധിച്ചേക്കാം. അതുപോലെ ഗോൾഡ് സ്റ്റോർ ഈവന്റ് ഒക്കെ ഇല്ലേ ഗൈസ്, അങ്ങനെയുള്ള ഒരുപാട് ഗോൾഡിന്റെ ഈവന്റുകൾ കാണാൻ സാധിച്ചേക്കാം. അതുപോലെ OB40 അപ്ഡേറ്റ് കഴിയാൻ നേരം നമുക്ക് ഇതുപോലെ ബെർമുഡ മാപ്പ് നമ്മളെല്ലാവരും ഗ്ലൈഡർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ റാങ്ക് മാച്ചിൽ നമുക്ക് പറക്കാനൊക്കെ സാധിച്ചേക്കാം. അപ്പോൾ ഇതുപോലെ താഴെ അറ്റാക്കിംഗ് ഒക്കെ നടക്കാൻ നേരം നമുക്ക് ഇതുപോലെ പറന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഗൈസ്, നമുക്ക് സേഫ് സോണിലൊക്കെ പോകാൻ സാധിക്കും. നമുക്ക് ഇതുപോലെ കാലഹാരി മാപ്പ് പിന്നെ നമുക്ക് എല്ലാവർക്കും ഓൾഡ് ലോബി മ്യൂസിക് വന്നിരുന്നല്ലോ ഫ്രണ്ട്സ്, അതുപോലെ നമ്മൾ
സർവേയിൽ സെലക്ട് ചെയ്ത ഒരുപാട് ഐറ്റംസ് ഇതുപോലെ എല്ലാ ഐറ്റംസും വരുന്നതായിരിക്കും. അപ്പോഴൊക്കെ ഫ്രണ്ട്സ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു മികച്ച വീഡിയോയുമായി കൂടി കാണാം. സൈനിങ് ഓഫ്.